നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വെള്ളിയാഴ്ച രാവിലെ അതായത് ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ പോയതാണ്. ഈ അമ്പലത്തിലാണ് ഞാൻ വെള്ളിയാഴ്ച രാവിലെ പോകുന്നത്. മരണത്തുകാവ് ദേവീക്ഷേത്രമാണ്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വയും വെള്ളിയും ഞാൻ ഈ അമ്പലത്തിലാണ് വരുന്നത്. പിന്നെ വന്നിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നാമമൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോഴത്തേക്ക് 12 മണിയാവും. ഞാൻ പോയ സമയം 11 മണിയാണ്. പിന്നെ 12 മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ചു വന്നത്. അപ്പോൾ അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് 2 ട്രിപ്പ് തുണിയെല്ലാം അലക്കി ഉണക്കിയതിന് ശേഷമാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്കവിടെ റിലാക്സ് ആയിട്ട് ഇരുന്നുകൊണ്ട് നാമമൊക്കെ ചൊല്ലി പയ്യെ വരാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ലേറ്റായിട്ട് പോകുന്നത്. ഇന്നലെ ഞാൻ കഴുകി വെച്ചിരുന്ന ആ പോട്ടുകളൊക്കെയാണ് ചെറുത്. പിന്നെ ആ കുരുപ്പ് പൂച്ചകൾ അത് ഇപ്രാവശ്യം രാവിലെ ഞാൻ പറഞ്ഞില്ലേ അതെല്ലാം വീണ്ടും നശിപ്പിക്കുന്നു. അതെല്ലാം അവിടെ എവിടുന്നോ വേസ്റ്റൊക്കെ വലിച്ചു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ എൻ്റെ ഈ സൈഡിലുള്ള ചെമ്പരത്തിയും തെറ്റിപ്പൂവാണ്. അമ്പലത്തിലോട്ട് കൊടുക്കാനൊക്കെ എടുക്കുന്നതാണ്. ഇത് പിന്നെ വൈകുന്നേരമായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ വെളിയിൽ ബാങ്കിൽ ഒക്കെ പോകണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയി. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. 4:30 ആയിന്ന് തോന്നുന്നു. ആ സമയമായിട്ടാണ് അടുത്ത പരിപാടിക്ക് ഞാൻ വെച്ചുകൊണ്ട് ഇറങ്ങുന്നത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മേളിൽ അലക്കിയിട്ടിരിക്കുന്ന തുണി നീ എടുക്ക്, താഴത്തത് ഞാൻ എടുത്തിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവനതെല്ലാം എടുത്ത് വെച്ചു. ഞാനും താഴത്തെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറ്റത്തോട്ട് വന്നതാണ്. അപ്പം ആദ്യം കുറേ നേരം അതുവഴിയൊക്കെ നടന്ന് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത്. അവൻ വരുന്നതിന് മുന്നേ എല്ലാം ഒന്ന് നോക്കി വെക്കണമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി വെച്ചു. അപ്പം ഇത് കടലപ്പിണ്ണാക്കണം, അമ്മ മേടിച്ചുകൊണ്ട് തന്നായിരുന്നേ. അതപ്പം കവറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിനെ എടുത്ത് ബക്കറ്റിലിട്ടു. നാളെ ഇനിയിപ്പോൾ അതിനകത്ത് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെക്കണം. അപ്പം അത് ഓർത്തപ്പോൾ എടുത്ത് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഞാൻ ആ സൈഡിലൊക്കെ ഇരുന്ന കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു നടുക്കോട്ട്. പിന്നെ നട്ട് വെച്ച കുറേ ബൊഗൈൻവില്ല എല്ലാം ആ തണലത്തോട്ട് വെച്ചല്ലോ. അപ്പോൾ ഇന്ന് അതിനെല്ലാം ഇനി എടുത്ത് വെയിലത്തേക്ക് വെക്കാൻ വേണ്ടി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആദ്യം ആ സൈഡിലാണ്. ഇതിനൊക്കെ അധികം വെയിൽ വേണ്ട. അപ്പോൾ അത് കാരണം ഞാൻ തൽക്കാലം ഇപ്പം അത് നന്നായിട്ട് നിൽപ്പുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് ഷെയ്ഡിലോട്ട് വെക്കാമെന്ന് വെച്ച് എന്നിട്ട് ബൊഗൈൻവില്ലയൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കാം എന്ന് കരുതിയൊക്കെയാണ്. അപ്പോൾ പല പല പ്ലാനുകളാണ്. ഞങ്ങൾ ഒത്തിരി നേരം ആലോചിക്കും ഏതെങ്ങോട്ട് വെക്കണം. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിക്കും ഏതാ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് ആദ്യം അങ്ങോട്ട് ഒരു ഐഡിയയും കിട്ടത്തില്ല. പിന്നെ അകത്തിരുന്ന കുറച്ച് 2 പ്ലാന്റ് എടുത്ത് വെളിയിൽ വെച്ചു. കാരണം വെച്ചാൽ അത് വെച്ചപ്പോൾ തൊട്ട് അങ്ങനെ തന്നെ നിൽപ്പുണ്ട് അകത്ത്. അപ്പോൾ ഞങ്ങൾ അതിന് കുറച്ച് ദിവസം ഇനി ഒന്ന് വെയിലത്തൊക്കെ ഇരിക്കട്ടെ, അതൊന്ന് നന്നായിട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ അതിനെ വീണ്ടും എടുത്ത് അകത്ത് കയറ്റാം എന്ന് വിചാരിച്ചു. അതിനെ അകത്ത് എടുക്കാൻ വന്നപ്പോഴാണ് കുഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ് സുഖമായിട്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ കയറ്റി വെച്ചിരുന്നതാണ്. അപ്പം അതിനെ കൂടെ എടുത്തൊന്ന് വെളിയിലേക്ക് എടുത്ത് വെക്കാമെന്ന് വെച്ചു. പിന്നെ കുറേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് തന്നെയല്ലേ പടി, ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ടെടുത്ത് വെക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം മതിൽ കഴുകാനായിട്ട് അവർ വരും. അന്നേരം വീണ്ടും ഇതിനെല്ലാം എടുത്ത് താഴോട്ട് വെക്കും. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്നാൽ പിന്നെ അതിന് ശേഷം എടുത്ത് വെച്ചാൽ പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർ വരുമ്പോഴല്ലേ ഇതിനിപ്പം വെയിൽ വേണം. വെയിലില്ലെങ്കിൽ അതിൽ പൂ വരില്ല. അപ്പോൾ അതുതന്നെ ഞാൻ അവനോട് പറഞ്ഞു ഇടാൻ മേളിലോട്ട് വെക്കാം, അല്ലെങ്കിൽ പിന്നെ പൂ വരാൻ താമസിക്കും. ഇപ്പം തന്നെ ചെടിച്ചട്ടി മാത്രം എടുത്ത് മണ്ടയ്ക്ക് വെച്ചിരിക്കും. മതിലിൻ്റെ മണ്ടയ്ക്ക് കുറേ ഇങ്ങനെ റെഡ് കളറിലെ പോട്ട് നിരത്തി വെച്ചിരിക്കുന്നതായിട്ടേ തോന്നുള്ളൂ. അതിനകത്ത് കൊച്ചു ചെടികളല്ലേ. അപ്പോൾ അതിനി ആയി വന്നാലേ അത് പൂവൊക്കെ വന്നാലേ ഒന്ന് കാണാൻ ഭംഗി കിട്ടത്തുള്ളൂ. ഇപ്പം കണ്ടിട്ട് എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നില്ല. പിന്നെ എടുത്ത് വെക്കുകയും ചെയ്തു. താഴെ വെച്ചിട്ട് കാര്യമില്ല, ഒരു വെയിൽ കിട്ടിയാലേ പൂക്കൾ വന്ന ഭംഗി ആയിക്കോളും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാം എടുത്ത് മണ്ടയ്ക്ക് കയറ്റുകയാണ്. പാവം കൊച്ചു കേട്ടോ. അതിങ്ങനെ ഞാൻ പറയുമ്പോഴെല്ലാം ഇതിനെല്ലാം വലിച്ച് താഴെ ഇറക്കുന്നു, പൊക്കി മേളിൽ വെക്കുന്നു. ശരിക്കും അതിനായിട്ട് ഞാൻ ശരിക്കും പണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട്. അപ്പവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. 2 പേരും കൂടെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കുമ്പോൾ എനിക്കൊരു വിഷമം തോന്നത്തില്ല. ഒന്നാമത് ഇതിങ്ങനെ തീരെ ദുർബലമായിട്ട് ഇരിക്കുന്ന കാരണം എടുത്ത് പൊക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നിക്കും കേട്ടോ. എന്നാലും ഒരു മടിയൊന്നുമില്ല, പറയുന്നതെല്ലാം ചെയ്തു തന്നോളും. അങ്ങനെ അപ്പോൾ കുറേ ഇതെല്ലാം വെച്ചുവെങ്കിലും എനിക്കൊരു തൃപ്തിയായിട്ടില്ല. പിന്നെ കുറേ കൂടി ഇനി ചെയ്യാനുണ്ട്. ഇപ്പോൾ എനിക്ക് അങ്ങോട്ടൊരു സന്തോഷം കിട്ടിയിട്ടില്ല. കാരണം ഇങ്ങനെ നോക്കുമ്പം ഇപ്പോൾ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വെറുതെ കുറേ പോട്ടെടുത്ത് വെച്ചിരിക്കുന്ന പോലെയല്ലേ ഉള്ളൂ. പക്ഷെ അതിലെല്ലാം ചെടിയുണ്ട് കേട്ടോ. ബൊഗൈൻവില്ല തന്നെയാണുള്ളത്. അതിനകത്ത് നിറച്ച് പൂവൊക്കെ വരുമ്പോൾ ഭംഗിയാണ്. പുറയിൽ പ്രത്യേകിച്ചും വാഴയൊക്കെ നിൽക്കുന്നത്. അത് അപ്പുറത്തെ വീട്ടിലെ വാഴയാണേ. ആ വാഴ വെട്ടിയൊന്നും കളയാൻ പറ്റില്ല.
കാരണം വെച്ചാൽ അത് അമ്പലത്തിലേക്ക് ആ വാഴയെന്നുള്ള ഇലയാണ് വെട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ശിവരാത്രിയൊക്കെ വരുമ്പോൾ ശരിക്കും വാഴയിലയുടെ ആവശ്യമുണ്ട്. എന്നിട്ട് ഞാൻ അവിടുന്ന് കൊച്ചു വാഴയുടെയൊക്കെ കുറേ ഇലയൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. കാരണം അതിപ്പുറത്തോടെ കിടക്കുന്നതുകൊണ്ടാണ് വെട്ടിക്കളഞ്ഞത്. എന്നിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയെല്ലാം അവിടെ കൊണ്ടുവച്ചത്. പിന്നെ ഞാൻ കാർപ്പോ ചില സിറ്റ് ഔട്ടിൻ്റെ വെളിയിലിരുന്നിരുന്ന ചെടികളെ എല്ലാം കൂടി എടുത്തിട്ട് കൊണ്ടുവന്ന് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടും പിന്നെയും തിരിച്ചും മറിച്ചുമൊക്കെ വെച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം സത്യത്തിൽ നടുവനക്കാൻ മേലെ നല്ല ഈ വെയിറ്റ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് നടന്നിട്ടേ ഇപ്പം നല്ല വേദനയുണ്ട് പുറത്തിന്. എന്നാലും ഇനിയിപ്പോൾ ഇനി ഇതിനെല്ലാം നാളെ ഇനിയിരുന്ന് പെയിൻ്റ് അടിക്കണം. അച്ഛനോട് ഞാൻ പറഞ്ഞിടാ, നമുക്കിതെല്ലാം എടുത്ത് താഴെ ഇങ്ങോട്ട് വെട്ടത്തേക്ക് വെച്ചിട്ട് നമുക്ക് നാളെ ഇതിനെ എല്ലാം പെയിൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വന്നിരുന്ന് നോക്കുകയാണ് കേട്ടോ. എനിക്ക് ഒരു തൃപ്തി ആയിട്ടില്ല ഇത് ഇത്രയും എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും. എന്നാലും ഇനിയൊരു വ്യത്യാസം, കാരണം കുറച്ച് ചെടിയും കൂടെ വിനോട്ട് ഇന്നെനിക്ക് തോന്നുന്നു കുറച്ചില്ല 2 എണ്ണം കൊണ്ട് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി ബാക്കി കുറച്ചും കൂടെ കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം വീണ്ടും ഫില്ലായിക്കോളും. അപ്പോൾ എൻ്റെ സങ്കടമൊക്കെ മാറും. പിന്നെ ഇതിനും കൂടെയൊക്കെ ഈ പോട്ടിനും കൂടെയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിക്കോളും. പിന്നെ ഇതിനുമൊക്കെ പോട്ടിംഗ് മിക്സ് കുറച്ചും കൂടെ ഇടാനുണ്ട്, കുറച്ച് നന്നായിട്ട് വളമൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആക്കി ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ, തൽക്കാലത്തേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ പിന്നെ നാളെ ഇനി ബാക്കി പെയിൻ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇരിക്കുന്ന പോട്ടിൻ്റെ ഒരു ഭംഗി കിട്ടുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുകൊണ്ട് ഈ ഒരു ഭാഗം ഇനി ക്ലിയർ ചെയ്യാനുണ്ട് കേട്ടോ, അതും അങ്ങോട്ടൊരു ശരിയായിട്ടില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ സന്ധ്യയായിട്ട് അപ്പം പിന്നെ അവനെ അതിൻ്റെ മണ്ടയ്ക്കിരുന്ന് പോട്ട് താഴോട്ട് ഇറക്കി വെച്ചതാണ്. അതിനെയൊക്കെ നാളെ പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോഴേ എടുത്ത് അങ്ങ് താഴോട്ട് വെക്കുകയാണെങ്കിലേ എനിക്കാണെങ്കിലും തന്നെ ഇരുന്നിട്ടാണെങ്കിലും ചെയ്യാമല്ലോ. കൊച്ചു വന്നില്ലേലും അവൻ വരുന്ന സമയം കൊണ്ട് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു അതൊക്കെ ഒന്ന് ഇറക്കി താഴോട്ട് വെക്കാൻ പറഞ്ഞു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം രണ്ടുപേർക്കും ക്ഷീണമായി വെള്ളം കുടിക്കുകയാണ്. പിന്നെ എല്ലാം ഇങ്ങനെ ഒന്ന് നോക്കുമായിരുന്നു ഞങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ. അങ്ങനെയൊക്കെ സംസാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ നാളത്തേക്കുള്ള ജോലിയും കൂടെ നോക്കി വെച്ചിട്ട് പോയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്